വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PSC പരീക്ഷകളിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ നോക്കാം. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 ടേംസ് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയതിന് ശേഷം നമുക്ക് പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം കേട്ടോ. എന്താണ് CSO? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് CSO? അപ്പോൾ CSO ചോദിക്കാറുണ്ടല്ലോ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവര സംഘടനയാണ്. അപ്പോൾ CSO എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ CSO ആണ്. CSOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് CSOയുടെ ആസ്ഥാനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് ആരാണ്? പ്രൊഫസർ മഹലനോബിസ് ആണ്. മഹലനോബിസ് 1951 മെയ് 2 ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ 1951 മെയ് 2 ആരാണ്? മഹലനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്, CSO രൂപീകരിക്കുന്നത്. CSOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. CSOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഈ CSOയുടെ വാർഷിക പ്രസിദ്ധീകരണമുണ്ട്. അതാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ജൂൺ 29. അന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നത്. 1955 മുതലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO. 1955 മുതലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? CSO എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സംഘടന ഏതാണ്? CSO ആണ്. സ്ഥാപിതമായതെന്നാണ്? 1951 മെയ് 2. ആരാണ്? PC മഹലനോബിസ് ആണ്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. ജൂൺ 29 ദിനമായിട്ട് ആചരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം ചോദിക്കുകയാണെങ്കിൽ ജൂൺ 29 PC മഹലനോബിസിൻ്റെ ജന്മദിനമായിരുന്നു. 1955 മുതലാണ് ദേശീയ വരുമാനം CSO കണക്കാക്കി തുടങ്ങിയത്. 1955 മുതൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1955 മുതലാണ് പഠിച്ചിരിക്കുക. PC മഹലനോബിസ് ആണ് പഠിച്ചിരിക്കുക. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO ആണ്. ഇനി എന്താണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ച വർഷം എന്നാണ് ചോദിക്കാറുണ്ട്. 1938 ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ചത് 1938. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. PM അല്ലെ, പ്രധാനമന്ത്രിമാരാണ് പ്രഥമ അധ്യക്ഷനായിട്ട് വരാറ്. അപ്പോൾ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണവുമായി ബന്ധപ്പെട്ട ബോംബെ പദ്ധതി ആരംഭിച്ച വ്യക്തി ആരാണ്? ബോംബെ പ്ലാനൊക്കെ ആരംഭിച്ചത് ആരാണ്? അർദേശിർ ദലാലാണ്. അർദേശിർ ദലാലാണ് ബോംബെ പദ്ധതി ആരംഭിച്ചത്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി, ഇതാണ് ചോദിക്കാറ്, ജോൺ മത്തായി ആണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ്? JC കുമരപ്പ ചോദിക്കാറുണ്ട്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ്? JC കുമരപ്പയാണ്. അതുപോലെ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായൺ അഗർവാൾ ആണ്. 1944 ഗാന്ധിയൻ പദ്ധതി വരുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവാരാണ്? ശ്രീനാരായൺ അഗർവാൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ചത് 1938. പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ബോംബെ പദ്ധതി ആരംഭിച്ച വ്യക്തി അന്തർദേശീയ ദലാലാണ്. 44. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പയാണ്. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനാരായൺ അഗർവാൾ ആണ്. 1944 ഗാന്ധിയൻ പദ്ധതി വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജകൃഷ്ണ. നെഹ്റുവിയൻ സോഷ്യലിസം എന്നറിയപ്പെടുന്നത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിനെയാണ്. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിന് എന്നാണ് അറിയപ്പെടുന്നത്? നെഹ്റുവിയൻ സോഷ്യലിസം. ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് പീപ്പിൾസ് പ്ലാൻ ചോദിക്കാറുണ്ട്. MN റോയ് ആണ്. 1945 ഇത് രൂപീകരിച്ചത്. ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് പീപ്പിൾസ് പ്ലാൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? MN റോയ് ആണ്. 1945 ഇത് രൂപീകരിച്ചത്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. 1950 രൂപീകരിച്ചത്. സർവോദയ പദ്ധതിയുടെ പിതാവാരാണ്? ജയപ്രകാശ് നാരായൺ ആണ്. 1950 സർവോദയ പദ്ധതി വരുന്നത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ഉപജ്ഞാതാവ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? രാജകൃഷ്ണയാണ്. നെഹ്റുവിയൻ സോഷ്യലിസം എന്നറിയപ്പെടുന്നത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിനെയാണ്. ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ്? MN
ജവഹർലാൽ നെഹ്റുവാണ്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണാണ്. ഇനി ജനകീയ പദ്ധതി നിലവിൽ വന്നത് 1945 സർവോദയ പദ്ധതി 1950. അതുപോലെ തന്നെ നമ്മൾ ഗാന്ധിയൻ പദ്ധതി പഠിച്ചില്ലേ. ഗാന്ധിയൻ പദ്ധതി ആരാണ്? ശ്രീനാരായണ അഗർവാളാണ്. JC കുമരപ്പിയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന് വക്താവ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായിയാണ്. ഇനി ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്ന ആസൂത്രണ കമ്മീഷനെ, പ്ലാനിംഗ് കമ്മീഷനെയാണ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ലെന്ന് അറിയപ്പെടുന്നത്. സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന എന്താണ്? ആസൂത്രണ കമ്മീഷനെയാണ് സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ് എന്ന വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15 ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ ഭരണഘടനാ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ വരാം കേട്ടോ. ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റാണ്. ആസൂത്രണ കമ്മീഷനിലെ ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 മാർച്ച് 15-നാണ്. ദേശീയ വികസനത്തിൻ്റെ അണിക്കല്ല്, സാമ്പത്തിക ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ്. അടുത്ത ഉപാധ്യക്ഷനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര ക്യാബിനറ്റാണ്. ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖ സമർപ്പിച്ചിരുന്നത് കേന്ദ്ര ക്യാബിനറ്റിനായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റിനാണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതിയുടെ രേഖ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദാരിദ്ര്യ രേഖ നിർണ്ണയിച്ചിരുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് ഉപാധ്യക്ഷനാരാണ്? ഗുൽസാർലാൽ നന്ദയാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ആദ്യത്തെ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ് TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന് ഉപാധ്യക്ഷനായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് പ്രണബ് മുഖർജി. ആസൂത്രണ കമ്മീഷന് ഉപാധ്യക്ഷനായതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പ്രണബ് മുഖർജിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷനാരാണ്? ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷനായിരുന്നത് മൊണ്ടേക് സിംഗ് അലുവേലിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാർലാൽ നന്ദിയായിരുന്നു. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ TT കൃഷ്ണമാചാരി ആയിരുന്നു. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് പ്രണബ് മുഖർജി. അവസാനത്തെ അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. അതിനുശേഷം അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചോദിക്കാറുണ്ട് അല്ലേ? കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ EMS ആയിരുന്നു. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. മുഖ്യമന്ത്രിയാണല്ലോ ആകുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടും. ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദുമാണ്. MK ഹമീദുമാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ട വർഷം ചോദിക്കാറുണ്ട്. 1967-ലാണ് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത്. 1967-ലാണ് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത്. 1967-ലാണ്. അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. ആദ്യത്തെ EMS ആയിരുന്നു. ഉപാധ്യക്ഷൻ ഹമീദായിരുന്നു. അതിനുശേഷം കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായ വർഷം പഠിച്ചു വയ്ക്കുക. 1967-ആണ്.
ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോകാം. പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിട്ട് ഉണ്ടായിരുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇത് പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. മുൻ സോവിയറ്റ് യൂണിയനും റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിനാണ് ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1928-ലാണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ലോകത്തിലാണെങ്കിൽ ജോസഫ് സ്റ്റാലിനും ഇന്ത്യയിലാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവാണ്. 1, 2, 3 പഞ്ചവത്സര പദ്ധതിക്ക് ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തായിരുന്നു. 1, 2, 3 പഞ്ചവത്സര പദ്ധതി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്ന ആരാണ്? ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ആസൂത്രണ കമ്മീഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലേക്ക് പോകാം. ഇതുവരെ ക്ലിയർ ആയല്ലോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? 1951 മുതൽ 56 വരെയാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, 1951-ലാണ് പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1951-ലാണ് 5 വർഷം, 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച തീയതിയാണെങ്കിൽ 1951 ഏപ്രിൽ 1-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ KN രാജാണ്. KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിലെല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഞ്ചവത്സര പദ്ധതികളിലെ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ KN രാജാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. പിതാവ് എന്നറിയപ്പെടുന്നു KN രാജ്. 1951 ഏപ്രിൽ 1-നാണ് ആരംഭിച്ചത്. 51-56 കാലഘട്ടങ്ങളിലായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകളാണ് കൃഷി, ജലസേചനം. ഇമ്പോർട്ടൻ്റ് ആണ്. ഊന്നൽ നൽകിയ പ്രയക്ഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും ആരാണ് തയ്യാറാക്കിയതും ഏത് വർഷമാണെന്നും അതുപോലെ തന്നെ ഏതിനാണ് ഊന്നൽ നൽകിയതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയതിനാണ് കൃഷിക്കും ജലസേചനത്തിനാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃഷിക്കും ജലസേചനത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി ജലസേചന പദ്ധതികളാണ്. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ചവയാണ് ദേശീയ വികസന സമിതി 1952, അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2-ന് ആരംഭിച്ചു. കുടുംബാസൂത്രണ പദ്ധതി 1952 ആയിരുന്നു. UGC 1951 ഡിസംബർ 28-നാണ്. അപ്പോൾ UGC അതുപോലെ തന്നെ ദേശീയ വികസന സമിതി എന്ന് പറയുക നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ NDC എന്ന് പറയാം. NDC ഒക്കെ ആരംഭിക്കുന്നതെന്നാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. ലക്ഷ്യമിട്ടത് 2.1%, കൈവരിച്ചത് 3.6%. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡോക്ടർ KN രാജാണ് ആമുഖം തയ്യാറാക്കിയത്. കൃഷിക്കും ജലസേചനത്തിനാണ് പ്രാധാന്യം നൽകിയത്. 51-52 കാലഘട്ടം, 51 മുതൽ 56 വരെ അല്ലേ, 51 മുതൽ 56 വരെയാണ് കാലഘട്ടം പറയുന്നത്. 51 ഏപ്രിൽ 1-നാണ് ആരംഭിക്കുന്നത്. കൃഷിക്കും ജലസേചനത്തിനും പ്രാധാന്യം നൽകി കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിനെയാണ്. അതുപോലെ തന്നെ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ വികസന സമിതി UGC, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണ പദ്ധതി UGC ഒക്കെ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 2.1%, എന്നാൽ വളർച്ച കൈവരിച്ചത് 3.6%. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1956 മുതൽ 61 വരെയാണ്. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി. 1956 മുതൽ 61 വരെ 5 വർഷം അല്ലേ.
രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യാവസായിക പുരോഗതിയായിരുന്നു. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നതാണ് പഞ്ചവത്സര പദ്ധതി. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ വ്യവസായത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആരംഭിച്ച ബക്രാനങ്കൽ ഹിരാക്കുഡ് പദ്ധതികൾ പൂർത്തീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ദുർഗാപൂർ ബംഗാളിലെ, ഭിലായ് ഛത്തീസ്ഗഡിലെ, റൂർക്കേല ഒഡീഷ എന്നീ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകളും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കാണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് എന്ത് ഇരുമ്പുരുക്ക് ശാലകളൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നിവയുണ്ടായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട് വളർച്ചാ നിരക്ക് 4.5% എന്നാൽ കൈവരിച്ചത് 4.27% കൂടിയില്ലേ. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലാവധി 1956 മുതൽ 61 വരെയാണ്. വ്യവസായത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. വ്യവസായിക പദ്ധതി എന്ന് ഒക്കെ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ ആരംഭിക്കുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ ഹിരാക്കുഡ് നമ്മൾ പറഞ്ഞു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തുണ്ടായിരുന്നതാണ് അല്ലേ. അത് കംപ്ലീറ്റ് ആക്കുന്ന ചോദിക്കുകയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പുരുക്ക് ശാലകൾ, 3 ഇരുമ്പുരുക്ക് ശാലകൾ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നീ 3 ഇരുമ്പുരുക്ക് ശാലകൾ നിർമ്മിക്കുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അവർ എന്താ പറയുക, ലക്ഷ്യമിട്ട് വളർച്ച നിരക്ക് 4.5% ആയിരുന്നു. എന്നാൽ കൈവരിച്ചത് 4.27%. കുറവാണല്ലേ, കുറയാണ് ചെയ്തത്. ആദ്യത്തേത് കൂടുതൽ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കുറവാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടാണ് ചെയ്തത്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. 1961 മുതൽ 66 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ഭക്ഷ്യസ്വയം പര്യാപ്തത മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഭക്ഷ്യസ്വയം പര്യാപ്തത. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? കാർഷിക വികസനമായിരുന്നു. കൃഷിക്കും ജലസേചനത്തിനാണ് പ്രാധാന്യം നൽകിയത്. രണ്ടാമത്തേത് വ്യാവസായിക പദ്ധതിയാണ്. മൂന്നാമത്തേതാണ് ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ്. 3 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകൃതമായത് 1965 അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണത് പഠിച്ചിരിക്കുക. ഇന്ത്യ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ 2 യുദ്ധങ്ങൾ 1962 ഇന്ത്യ ചൈന യുദ്ധവും അതുപോലെ തന്നെ 1965 ഇന്ത്യ പാക് യുദ്ധവും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഇയർ എന്ന് പറയുന്നത് 1961 മുതൽ 66 വരെയാണ്. അപ്പോൾ 62 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്, 65 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത്. ഈ 2 യുദ്ധങ്ങളും മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അനുബന്ധമായിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാർഷിക പദ്ധതികൾ ആരംഭിച്ചത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അനുബന്ധമായിട്ടാണ്. ലക്ഷ്യമിട്ടത് 5.6% എന്നാൽ കൈവരിച്ചത് 2.84%. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി വർഷമാണ് പറഞ്ഞത്? 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യസ്വയം പര്യാപ്തിയാണ് ലക്ഷ്യമിട്ടത്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ 2 യുദ്ധങ്ങൾ ഇന്ത്യ ചൈന യുദ്ധം 1962 1965 ഇന്ത്യ പാക് യുദ്ധമൊക്കെ നടക്കുന്നത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ വാർഷിക പദ്ധതികളെ ആനുവൽ ഇയർ പ്ലാൻ നടപ്പിലാക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതും ഏതാണ്? ഹരിതം എന്ന് പറയുന്നത് ഭക്ഷ്യ വിളകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഭക്ഷ്യസ്വയം പര്യാപ്തതയും ഹരിത വിപ്ലവവും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഹരിത വിപ്ലവം തുടക്കം കുറിക്കുന്നതിന് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി 4ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. 4ാം പഞ്ചവത്സര പദ്ധതി ഇയർ ഏതാണ്? 1969 മുതൽ 1974 വരെയാണ്. 1969 മുതൽ 1974 വരെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1961 മുതൽ 66 വരെയല്ലേ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 67 68 2 വർഷം കൂടി ഉണ്ട് അല്ലേ. ഈ 2 വർഷ സമയത്താണ് നടക്കുന്നത് ഈ വാർഷിക പദ്ധതികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ആ 2 ഇയേഴ്സ് നമ്മൾ പഠിക്കുന്നില്ല. ബാക്കി 1969 മുതൽ 74 വരെയാണ് 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിക്കുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മാനുഷിക വിഭവങ്ങളുടെ വികസനവും മൂല്യസ്ഥിരതയുമായിരുന്നു. മാനുഷിക വിഭവങ്ങളുടെ
വിഭവങ്ങളുടെ വികസനം മൂല്യസ്ഥിരതയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം എന്നാണ്? ആദ്യത്തെ അണുപരീക്ഷണം പൊക്രാനിൽ നടക്കുന്നത്. അത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1974 മെയ് 18 ആദ്യത്തെ അണുപരീക്ഷണം നടക്കുന്നത്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നാലാം പദ്ധതി കാലയളവിലാണ്. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 1969 അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക മേഖലയിൽ 5.6%, വ്യാവസായിക മേഖലയിൽ 9% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിക്കുന്നത്. അത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ 1971 ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം മൂലം നാലാം പഞ്ചവത്സര പദ്ധതിയും പരാജയപ്പെട്ടു. അപ്പോൾ മൂന്നാമത്തേതും പരാജയപ്പെട്ടു, നാലാമത്തേതും പരാജയപ്പെട്ടു. മൂന്നാമത്തേത് ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാക് യുദ്ധമായിരുന്നു. എന്നാൽ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 71 ഇന്ത്യ പാക് യുദ്ധം. അതുപോലെ തന്നെ എന്തായിരുന്നു? ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു ഇത് പരാജയപ്പെടുന്നതിന് കാരണമായത്. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം പഠിച്ചു വയ്ക്കുക. 1969 മുതൽ 74 വരെയാണ്. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മാനുഷിക വിഭവങ്ങളുടെ വികസനവും മൂല്യസ്ഥിരതയുമായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ അണുപരീക്ഷണം പൊക്രാനിൽ നടക്കുന്നത് 1974 മെയ് 18 അത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ആദ്യത്തെ 14 ബാങ്കുകൾ 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നതും നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ പരാജയപ്പെടുന്നതിന് കാരണമായത് 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. നെക്സ്റ്റ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1974 മുതൽ 79 വരെയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി വരുന്നത് 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഗരീബി ഹട്ടാവോ എന്ന് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഗരീബി ഹട്ടാവോ എന്ന് പ്രഖ്യാപനം ചെയ്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ICDS നിലവിൽ വന്നത് പഞ്ചവത്സര പദ്ധതിയാണ്. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 20 ദിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണല്ലോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 20 ദിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1975 ഇന്ദിരാഗാന്ധി അത് പ്രഖ്യാപിക്കുന്നത്. 1975 വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇന്ത്യയിൽ ദേശീയപാത സംവിധാനം അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി കൂടിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്തൊക്കെ പറഞ്ഞത്? ഈ ഇയേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം നൽകിയത്. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഗരീബി ഹട്ടാവോ, ICDS, അതുപോലെ തന്നെ എന്താണ് വൈദ്യുതി വിതരണ നിയമം വന്നത്, ദേശീയപാത സംവിധാനം വന്നത്, ICDS, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് 20 ദിന പരിപാടി പ്രഖ്യാപിച്ചതൊക്കെ ഈ ഒരു സമയത്തായിരുന്നു. ഇനി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ചോദിക്കാറുണ്ട് കേട്ടോ. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. അപ്പോൾ 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കുന്നത്. ആരാണ് വന്നത്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് വരാനല്ലേ. നമ്മൾ പറഞ്ഞു 79 വരെയാണ് ഇതിൽ ഇയേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ 78 മുതൽ ആരാണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ് വരാനല്ലേ. അടിയന്തരാവസ്ഥയും ഭരണമാറ്റവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചയ്ക്ക് വിഘാതമായി. അടിയന്തരാവസ്ഥ വന്നു, അതുപോലെ തന്നെ ഭരണമാറ്റമൊക്കെ വന്നപ്പോൾ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നില്ല. ഇനി റോളിംഗ് പ്ലാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോളിംഗ് പ്ലാൻ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ്. പഠിച്ചു വയ്ക്കാട്. മൊറാർജി ദേശായിയാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. നടപ്പിലാക്കിയ കാലയളവ് 1978-80 2 വർഷത്തേക്കാണ്. സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാണ് റോളിംഗ് പ്ലാൻ ലക്ഷ്യമിട്ടിരുന്നത്. സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാണ് ഇത് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുവാൻ മൊറാർജി ദേശായി
ദേശായി സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഏഷ്യൻ ഡ്രാമ. രചിച്ചത് ഗുന്നാർ മിർദാളാണ്. ഗുന്നാർ മിർദാളിൻ്റെ ഏഷ്യൻ ഡ്രാമയാണ് റോളിംഗ് പ്ലേ നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. റോളിംഗ് പ്ലേ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഗുന്നാർ മിർദാലെ. അപ്പോൾ റോളിംഗ് പ്ലാൻ ആയിരുന്നു അല്ലേ. റോളിംഗ് പ്ലാൻ വന്നത് 1978-80 കാലയളവിലാണ്. മൊറാർജി ദേശായി ആണ് നേതൃത്വത്തിലാണ് ഇത് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ആറാം പഞ്ചവത്സര പദ്ധതി. ആറാം പഞ്ചവത്സര പദ്ധതി കാലാവധി 1980 മുതൽ 85 വരെയാണ്. 1980 മുതൽ 85 വരെയാണ്. ലക്ഷ്യം പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. നമ്മൾ പറയുന്നതല്ലേ 14 ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം ഏതിലായിരുന്നു? 14 ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു? നാലാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു അല്ലേ. നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. എന്നാൽ ആറാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് 1980 രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അതിൽ എത്രയാണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ് IRDP, NREP, DWCRA. അപ്പോൾ ഇവിടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പദ്ധതി എന്ന് പറയുന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇയർ എന്ന് പറയുന്നത് 80 മുതൽ 85 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാന ലക്ഷ്യം. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നതും ഏത് സമയത്താണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1985 മുതൽ 90 വരെയാണ്. 1985 മുതൽ 90 വരെയാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധിയാണ് പ്രഖ്യാപിക്കുന്നത്. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, സാമൂഹിക നീതി. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, സാമൂഹിക നീതി എന്നൊക്കെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇന്ത്യ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാം പിട്രോഡയുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് നടക്കുന്നത് വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കുന്നത്. നേതൃത്വം നൽകിയത് സാം പിട്രോഡയാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാൻ വൈകിയതിനാൽ രണ്ടാം പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച കാലയളവാണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് 1990 മുതൽ 92 വരെയാണ്. അപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കാൻ നേരം വൈകിയത്. ആ ഒരു സമയത്ത് എന്തായിരുന്നു? 2 വർഷ കാലയളവിൽ എന്ത് നടന്നു? പ്ലാൻ ഹോളിഡേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഇയർ ചോദിക്കുകയാണെങ്കിൽ 85 മുതൽ 90 വരെയാണ്. അതിനുശേഷം അത് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, സാമൂഹിക നീതി എന്നിവയായിരുന്നു ലക്ഷ്യം പറഞ്ഞത്. സാം പിട്രോഡയുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിച്ചത്. സാം പിട്രോഡയുടെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം 90-92 കാലയളവിലാണ് രണ്ടാമത്തെ പ്ലാൻ ഹോളിൽ നടക്കുന്നത്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്താണ്? 92 മുതൽ 97 വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു ആയിരുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മാനവ വിഭവശേഷി വികസനം. ഈ മാനവ വിഭവശേഷി വികസനമാണ് കൂടുതലായി ചോദിച്ചു കണ്ടിരിക്കുന്നത്. നിരക്ഷരത നിർമ്മാർജ്ജനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ചോദിക്കാറുണ്ട്. ആധുനികവൽക്കരണം ഒക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു. പുത്തൻ സാമ്പത്തിക പരിഷ്കരണം ഏതൊക്കെയായിരുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒക്കെ അല്ലേ സാമ്പത്തിക നയങ്ങളാണ് അതൊക്കെ. ഈ സാമ്പത്തിക നയങ്ങൾ ആരംഭിച്ചതും ഈ സമയത്തായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ ആരംഭിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 92 മുതൽ 97 വരെയാണ് കാലയളവ്. നരസിംഹ റാവു ആയിരുന്നു പ്രധാനമന്ത്രി. മാനവ വിഭവശേഷി വികസനം, ആധുനികവൽക്കരണം, നിരക്ഷരത നിർമ്മാർജ്ജനമൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പഞ്ചവത്സര പദ്ധതി കൂടിയാണ്. അപ്പോൾ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനീവ ആസ്ഥാനമായിട്ടില്ലേ. അപ്പോൾ ആ ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്തി രാജ് സംവിധാനവും നഗരപാലിക നിയമവും നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്തി രാജ് സംവിധാനവും നഗരപാലിക നിയമവും നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിൽ സ്ഥാപിതമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ് സ്ഥാപിതമാകുന്നത്. 92 അതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
ഇനി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 97 മുതൽ 2002 വരെയാണ്. 97 മുതൽ 2002 വരെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയായിരുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് കൂടുതലും ചോദിക്കാറ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന 9ാമത്തെ പദ്ധതിയാണ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ പദ്ധതി. 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് രൂപം നൽകിയ പദ്ധതി. കോമൺ മിനിമം പ്രോഗ്രാം ലക്ഷ്യമിട്ട പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ആരംഭിച്ച പ്രധാന പദ്ധതികളാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. 1999 കാർഗിൽ യുദ്ധം, 2ാം ആണവ പരീക്ഷണം എന്നിവ നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1999 കാർഗിൽ യുദ്ധം, അതുപോലെ തന്നെ 2ാം ആണവ പരീക്ഷണം നടക്കുന്നതൊക്കെ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന നടപ്പിലാക്കിയതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ 7 അടിസ്ഥാന സംവിധാനങ്ങൾ രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. കോമൺ മിനിമം പ്രോഗ്രാം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ജനകീയ പദ്ധതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 2002 മുതൽ 2007 വരെയാണ്. ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച ഉണ്ടായത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കേരള വികസന പദ്ധതി ആരംഭിച്ചതും 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച ഉണ്ടായത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2007 എൻ്റെ മരം പദ്ധതി നടപ്പിലാക്കിയത് 10ാം പദ്ധതി കാലത്തായിരുന്നു. 10ാം പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ NRHM 2005, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005, സർവ്വശിക്ഷ അഭിയാൻ SSC എന്നൊക്കെ നടപ്പിലാക്കിയത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഇയർ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2002 മുതൽ 2007 വരെയായിരുന്നു. ആഭ്യന്തര ഉൽപ്പാദന വളർച്ച ഉണ്ടായത് 10ാം പഞ്ചവത്സര കാലത്താണ്. കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ആരംഭിച്ചത് ഈ സമയത്താണ്, 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 2007 എൻ്റെ മരം എന്ന് നടപ്പിലാക്കി. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, സർവ്വശിക്ഷ അഭിയാൻ എന്നിവ നടപ്പിലാക്കി. ഓക്കെ, ഇനി 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധിയാണ് 2007 മുതൽ 2012 വരെയാണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ഗ്രാമങ്ങളിലും ടെലിഫോൺ എത്തിക്കുക, 70 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശിശു മരണനിരക്ക് കുറയ്ക്കുക. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശിശു മരണനിരക്ക് കുറയ്ക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി കൂടിയാണ്. 2016-17 വർഷത്തിൽ സ്ത്രീ പുരുഷ അനുപാതം 950-ൽ നിന്നും 1000 ഉയർത്തുന്ന ആശയം ലക്ഷ്യമിച്ച പദ്ധതിയായിരുന്നു. ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതിയാണ്. ഭക്ഷ്യസുരക്ഷ മുഖ്യ ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതിയാണ്. ആധാർ കാർഡ് സംവിധാനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. 11ാമത്തെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയ പദ്ധതി. വിദ്യാഭ്യാസ പദ്ധതി എന്ന് 11ാം പഞ്ചവത്സര പദ്ധതി വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. 9% ലക്ഷ്യമിട്ടതെങ്കിലും കൈവരിച്ചത് 8%. അപ്പോൾ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. 10 അല്ല 11. എല്ലാ ഗ്രാമങ്ങളിലും ടെലിഫോൺ എത്തിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആധാർ കാർഡ് സംവിധാനം ആരംഭിച്ചു. പാരിസ്ഥിതിക പ്രാധാന്യങ്ങൾക്ക് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വിദ്യാഭ്യാസ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിനെയാണ് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, സുസ്ഥിര വികസനം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഇനി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ലക്ഷ്യമിട്ടത് 8.2% കൈവരിച്ചത് 8%. അപ്പോൾ 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് നിലവിൽ വന്നത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഇതാണ്, 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നു. അതുപോലെ തന്നെ സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ വരുന്നത്. ഇനി ദേശീയ വികസന കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകി ചോദിക്കാറുണ്ട്. അന്തിമ അനുമതി നൽകുന്ന ആരാണ്? ദേശീയ വികസന കൗൺസിലാണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. രൂപം കൊണ്ടത് 1952 ഓഗസ്റ്റ് 6-നാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ദേശീയ വികസന കൗൺസിൽ എന്ന് പറയുന്നതും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 52 ഓഗസ്റ്റ് 6-നാണ് നിലവിൽ വന്നത്. അധ്യക്ഷ പ്രധാനമന്ത്രിയാണ്. അന്തിമ അനുമതി നൽകുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന കൗൺസിലാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയുന്ന ഒരു ടേബിളാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് പോകാം.
ഓക്കെ, എന്താണ് പഞ്ചവത്സര പദ്ധതികൾ ഒറ്റ നാട്ടത്തിൽ? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്നാണ് 1951 മുതൽ 56 വരെയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്നാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്. വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയാണ്. ഭക്ഷ്യസ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ പര്യാപ്തത എന്നിവയ്ക്കായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ എന്താണ് ഇവിടെ എന്താണ് നടക്കുന്നുണ്ട്? ഗ്യാപ്പ് വരുന്നുണ്ട്. ഹരിത വിപ്ലവമൊക്കെ നടക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇത് നാലാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെയാണ്. സ്ഥിരതയോട് കൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം പോയി ചോദിക്കാറുണ്ട് കേട്ടോ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. ആറാം പഞ്ചവത്സര പദ്ധതി ഇവിടെ നമുക്ക് 2 പ്ലാൻ ഹോളിഡേ വരുന്നുണ്ട്. 79 80 സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ആറാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 കാർഷിക വ്യവസായ മേഖലകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനമാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വരുന്നത്. അപ്പോൾ 80 മുതൽ 85 വരെ ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെ മാനവശേഷി വികസനം. ഒമ്പതാമത് 97 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം വികേന്ദ്രീകാസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുമായി വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.